സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ശബരിമലയിൽ പൂജകളുടെ പേരിലും വൻ വെട്ടിപ്പ്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സൗജന്യമായി ലഭിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച ശേഷം ഉദ്യോഗസ്ഥർ പണം എഴുതിയെടുത്തു എന്നാണ് കണ്ടെത്തൽ. പല പൂജകളിലും കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ തട്ടിപ്പ് തുടരുന്നുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ ജീനാഥാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. രാഹുൽ, വിശ്വാസത്തിന്റെ പേരിൽ ഭക്തരെ വഞ്ചിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി നടന്നു വരികയാണ്. ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? ആര്യ, ഇത് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ഇത്തരത്തിൽ തട്ടിപ്പ് കൂടി പുറത്തേക്ക് വരികയാണ്. അതിഗൗരവമാണ് ഈ തട്ടിപ്പ്. കാരണം കോടികളുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് എത്രത്തോളം ഉണ്ട് ഈ തട്ടിപ്പിന്റെ പണം എന്നുള്ളത് അറിയാൻ വേണ്ടി സംസ്ഥാന ഓഡിറ്റ് നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി തട്ടിപ്പ് നടന്നത് ഇങ്ങനെയാണ്. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ വ്യവസായിയായ സുനിൽകുമാർ എന്ന സുനിൽ സ്വാമി എല്ലാ വർഷവും 54 ലക്ഷം രൂപയുടെ പൂജാദ്രവ്യങ്ങൾ ദേവസ്വം ബോർഡിന് വാങ്ങി നൽകാറുണ്ട്. അത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് വാങ്ങി നൽകുന്നത്. ഈ സാധനങ്ങൾ യഥാർത്ഥത്തിൽ തീർച്ചയായും ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ ഈ പൂജാദ്രവ്യങ്ങൾ ഈ എത്തുന്ന ശർക്കരയാകട്ടെ, അവിലാകട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളാകട്ടെ ആദ്യം എത്തേണ്ടത് ഭക്ഷ്യ ലാബിലേക്കാണ്. ഭക്ഷ്യ ലാബിലെത്തി ഇത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഔദ്യോഗികമായ കാര്യം. എന്നാൽ ഇവിടെ നടന്നിട്ടുള്ളത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള മുറിയിലേക്ക് ഇത് സംഭരിക്കുകയും യാതൊരു പരിശോധനയും ഔദ്യോഗികമായി രേഖപ്പെടുത്തലോ ഉണ്ടാകുന്നില്ല. അപ്പോൾ സംഭവിക്കുന്നത് ഈ ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള വഴിപാടുകൾ വരുമ്പോൾ ഈ സൗജന്യമായി ലഭിച്ച പൂജാദ്രവ്യങ്ങൾ ഇതിനുവേണ്ടി നൽകുകയും എന്നാൽ ഇത് ദേവസ്വം ബോർഡ് വാങ്ങിയതാണെന്ന രേഖ ഉണ്ടാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ ഈ പണം സ്വന്തം പോക്കറ്റിലാക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ പല പൂജകൾ, പടിപൂജയാകട്ടെ, അഷ്ടാഭിഷേകമാകട്ടെ, ഇത്തരം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അഷ്ടാഭിഷേകത്തിന് 5000 രൂപയാണ് തുകയെങ്കിൽ 4700 രൂപയ്ക്കുള്ള സാധനങ്ങൾ അതിലേക്ക് വെക്കുകയും ബാക്കി 300 രൂപ ഇവർ പോക്കറ്റിലാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത്. ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ 10 വർഷവുമായി ഈ കൊള്ള തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആ കാലഘട്ടത്തിലുണ്ടായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണ്. ഇവർ ഈ സൗജന്യമായി ലഭിച്ച പൂജാദ്രവ്യങ്ങൾ അത് റെക്കോർഡ് ചെയ്യാതെ, ഔദ്യോഗികമായി രേഖപ്പെടുത്താതെ ഇത്തരത്തിൽ പല പൂജയ്ക്കായി നൽകി അത് അവരുടെ പോക്കറ്റിലേക്ക് ആക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ കണ്ടെത്തലാണ് ഇപ്പോൾ എന്തായാലും വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്, ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. 10 വർഷം എന്ന് പറയുമ്പോൾ എത്രമാത്രം തുക, അത് ഏതൊക്കെ പൂജകളിൽ പോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ അന്വേഷണം വേണം. നിലവിൽ എന്തായാലും ശബരിമല കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ, ഈ ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ ഇതിനെപ്പറ്റി വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ അന്വേഷണത്തിലേക്ക് തന്നെ ഇത് പോകും. ഇതെന്തായാലും വലിയ വിവാദങ്ങൾക്കും വലിയ അന്വേഷണത്തിനും ഉള്ള ആദ്യ ചൂണ്ടുവലകയായി മാറുകയാണ്. ഇത്തരത്തിൽ വലിയ കൊള്ള പൂജയുടെ പേരിൽ വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള വലിയൊരു തട്ടിപ്പായി മാറുകയാണ്. ശരി.